അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ഒരു പഴനിയുണ്ടെന്ന് എത്ര പേർക്കറിയാം? അതെ, തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിലാണ് ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 260ഓളം പടികൾ കയറി വേണം നമ്മൾക്ക് അമ്പലത്തിലേക്ക് എത്താൻ. പഴനിയിലെ പോലെ തന്നെ തലമുണ്ടനം ചെയ്യലാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്ന്. അതിനുവേണ്ടി ഒരുപാട് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട്. പാൽക്കാവടിയെടുത്ത് മല കയറുന്നതും ഇവിടുത്തെ വഴിപാടുകളിൽ ഒന്നാണ്. പ്രധാന ആഘോഷമായി കുംഭമാസത്തിലെ പൂയം നാളിലെ ഉത്സവം നടത്തി വരാറുണ്ട്. അന്നേ ദിവസം 1000 കുടം പാലഭിഷേകവും ഇവിടെ നടത്തുന്നുണ്ട്. പടികൾ കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒട്ടും ഭയക്കണ്ട, ഇവിടെ മലയുടെ മുകളിൽ വരെ വാഹനം വരുന്നതാണ്. ദോഷങ്ങൾ ഒഴിയാൻ വേണ്ടിയുള്ള നാവേറുപാട്ടും ഇവിടെ വഴിപാടായി ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സ്കന്ദപുരാണത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ചരിത്രം. സ്കന്ദപുരാണത്തിൽ 6 സ്ഥലത്ത് ചോച്ചേരിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ചെറിയ പൂജകളും വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും. ക്ഷേത്രത്തിൻ്റെ അവശേഷങ്ങളൊക്കെ ആയി കിടന്ന സ്ഥലം 1965-70 കാലഘട്ടത്തിലാണ് നാട്ടുകാർ കൂടിയിട്ട് പുനഃപ്രതിഷ്ഠയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങിയത്. 1985 ചിമ്മിയാനസ്വാമിയാണ് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. അതിനുശേഷം അധികം തന്നെ അന്ന് ഒരു പ്രവചനം നടത്തുകയുണ്ടായി. ഭാവിയിൽ ഈ പ്രദേശം മുഴുവൻ ഈ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുക എന്ന അദ്ദേഹം പ്രവചനം നടത്തുകയുണ്ടായി. അപ്പോൾ ആ രൂപത്തിലേക്കാണ് ക്ഷേത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ല മുഴുവൻ പ്രവർത്തനമായുള്ള ക്ഷേത്രമാണത്. എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ട്. പല ക്ഷേത്രങ്ങളും ഇവിടെ അടിവാദി കടമ ക്ഷേത്രം മുസ്ലിമാണ് പണം തന്നത്. അതുപോലെ ക്രിസ്ത്യാനികളും എല്ലാ മതസ്ഥരും ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ഇത് ഇപ്പോൾ ദിവസം അന്നദാനം ക്ഷേത്രമാണത്. അന്നദാനത്തിലാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതും. ഭാവിയിലും അത് തന്നെയാണ് ഉണ്ടാവുക. വലിയൊരു അന്നദാന മണ്ഡപത്തിൽ ഇപ്പോൾ വലുത് പണിയാൻ പോവുകയാണ്. 3-4 കോടി രൂപ വരെ അന്നദാന മണ്ഡപത്തിൽ എസ്റ്റിമേറ്റായി ഇപ്പോൾ ഞങ്ങൾ നിർമ്മാണമായിട്ട് തന്നെ ആരംഭിക്കും. ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പടികൾ കയറി മുകളിലെത്തി താഴേക്ക് നോക്കുമ്പോഴുള്ളൊരു വ്യൂ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്.